അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം, നിയമം ലംഘിച്ചുള്ള വാഹനം ഓടിക്കുന്നത് തുടങ്ങി പല കാരണങ്ങൾ കൊണ്ടുള്ള അപകടങ്ങളെക്കുറിച്ച് സ്ഥിരം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാർക്കും പല കാര്യങ്ങളും പറയാനുണ്ടാകും. ഓരോ ഇടത്ത് ചെല്ലുമ്പോഴും പലരും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നും വർഗീസ് എന്നൊരു പ്രേക്ഷകൻ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. ശ്രീ വർഗീസ്, പറഞ്ഞോളൂ. ഈ അശാസ്ത്രീയമായ നിർമ്മാണം മാത്രമല്ല, ഈ രാത്രികാലങ്ങളിൽ അതിശക്തമായ ലൈറ്റ് പ്രസരിപ്പിച്ചുകൊണ്ടുള്ള വാഹനങ്ങളുടെ യാത്രയും ഇത് ഈ അപകടത്തിന് വളരെ കാരണമാണ്. അതും കൂടി നിയന്ത്രിക്കേണ്ടതും ഈ ജാതി ലൈറ്റുകൾ നിരോധിക്കേണ്ടതും വിൽപ്പന വരെ നിരോധിക്കേണ്ടതാണ് നമ്മുടെ നാട്ടിൽ. തീർച്ചയായും മോട്ടോർ വാഹന വകുപ്പ് നിരോധിച്ചിട്ടുള്ള ലൈറ്റുകൾ എന്തിന് ഇന്നലെ അപകടമുണ്ടാക്കിയ ലോറിയിൽ പോലും ഇത്തരത്തിലുള്ള, അതുകൊണ്ടാണ് അപകടം എന്നല്ല, ആ ലോറിയിൽ പോലും ഉണ്ട്. ശ്രീ വർഗീസ് പറഞ്ഞത് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പോഴും ഇതുപോലെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കപ്പെടുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് സ്റ്റെഫിനിലേക്ക് കൂടി ഒന്ന് പോവാം. ജിബിനിലേക്കാണെന്ന് തോന്നുന്നു. ആരാണ്? സ്റ്റെഫിനാണ്. തിരുവല്ലത്ത് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാവുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ ഈ ബൈപ്പാസിൽ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാവുന്നത് തിരുവല്ലം മേഖലയിലാണ്. സ്റ്റെഫിൻ ഉണ്ട് അവിടെ നിന്ന്. സ്റ്റെഫിൻ, വാർത്തകളിൽ ഇടയ്ക്കിടയ്ക്ക് തിരുവല്ലം നിറയുന്നത്, തിരുവല്ലത്തിന് മറ്റു പല സവിശേഷതകളുണ്ട്, ക്ഷേത്രമടക്കം, പക്ഷേ അപകടം കൊണ്ടുകൂടിയാണ്. എന്താണ് ഇവിടുത്തെ അപകട കാരണമായി നാട്ടുകാർ പറയുന്നത്? അഭിലാഷ്, ഈ തിരുവല്ലം ഭാഗം ഇപ്പോൾ ഏതാണ്ട് കുറേ നാളുകളായി ഒരു അപകടക്കെണിയാണ് എന്ന് തന്നെ പറയാം. കാരണം നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാമെന്ന് തോന്നുന്നു. അതായത് കഴക്കൂട്ടം കാരോട് ബൈപ്പാസാണ് ഈ കാണുന്നത്. ഈ 200 മീറ്ററിലാണ് ഈ അപകടം ഒളിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയാം. കാരണം ഈ കാണുന്ന റോഡ് തന്നെ നോക്കൂ. ആ വാഹനങ്ങൾ ഇങ്ങനെ അവിടെ നിന്നും കഴക്കൂട്ടം ഭാഗത്ത് നിന്ന് കന്യാകുമാരി ഭാഗത്തേക്ക് പോകുന്ന വാഹനമാണ് ഇത്. ഏതാണ്ട് 200 മീറ്റർ മാത്രം അകലെ വെച്ച് ഈ വാഹനം, ഈ ഈ രണ്ട് വരി പാതയിലൂടെ വാഹനം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. അതാണ് പലപ്പോഴും ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നത്. ആ ബസ് പോകുന്നതും അവിടെ നിന്നും കാറും മറ്റു വാഹനങ്ങളും ഒക്കെ ഇങ്ങോട്ട് വരുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. പലപ്പോഴും ഈ തിരുവനന്തപുരത്ത് നിന്ന് പുറത്തുള്ള ആളുകൾ, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ക്രമീകരണം ഇവിടെ ഉണ്ട് എന്ന് അറിയാത്ത ആളുകളൊക്കെ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ ഒക്കെ പുലർച്ചെയൊക്കെ ഈ റോഡിലൂടെ വരുമ്പോൾ ഈ ഒരു 100 മീറ്റർ അകലെ വരെ അവർ 4 വരി പാതയിലൂടെ ആ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൃത്യമായി തന്നെ വരും. പക്ഷേ ഇവിടെ എത്തുമ്പോൾ ഈ വാഹനങ്ങൾ ഈ 2 വരി പാതയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ കൂട്ടിയിടി പതിവാണ്. പല അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. കുറച്ച് വാഹനങ്ങൾ മാത്രം ഒന്ന് ഈ ജംഗ്ഷനിലേക്ക് എത്തിയാൽ വലിയ ഗതാഗത കുരുക്ക് ഈ സ്ഥലത്തുണ്ടാകും. പലപ്പോഴും ഈ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ തന്നെ കാണാം, യുവാക്കളൊക്കെ ഹെൽമെറ്റ് ഇടാതെയൊക്കെ പോകുന്നത് ഈ ദൃശ്യങ്ങൾ കൊണ്ട് ഇങ്ങനെ നിയമം ലംഘിച്ച് ഓടുക, അല്ലെങ്കിൽ ഈ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ യാതൊരു തര സംവിധാനവുമില്ലാതെ ഇങ്ങനെ പോകുന്നൊരു സ്ഥിതിയുണ്ട്. ഇപ്പോൾ പലപ്പോഴും ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ട്രാഫിക് പോലീസുകാരൊക്കെ ഉണ്ടെങ്കിൽ പോലും ഗതാഗത കുരുക്ക് രൂക്ഷമാണ്. ട്രാഫിക് പോലീസുകാരുള്ളത് ഒരു പക്ഷേ വൈകുന്നേര സമയത്തും രാവിലെയൊക്കെ മാത്രമാണ് ഉള്ളത്. മറ്റു സമയങ്ങളിലൊന്നും തന്നെ ഇല്ല. സിഗ്നൽ സംവിധാനം ഒന്നും തന്നെ ഈ റോഡിലില്ല. അങ്ങനെ ഒരു അപകട തുരുത്തായ യഥാർത്ഥത്തിൽ ഒരു അപകടമേ വരൂ എന്ന് ക്ഷണിച്ചു വരുത്തുന്ന ഒരിടമാണ്. എനിക്കും തിരുവല്ലത്തുകൂടി പോകുമ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഈ ബുദ്ധിമുട്ട് എന്ന് തോന്നിയിട്ടുമുണ്ട്.